ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാലപ്പവും നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടിയും ഉണ്ടാക്കി നോക്കിയാലോ. എപ്പോഴും നമ്മൾ കറികളൊക്കെ കൂട്ടിയല്ലേ പാലപ്പം കഴിക്കാറുള്ളത്. ഇന്നൊരു ചമ്മന്തിപ്പൊടി ആയല്ലോ. പാലപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്ത കുറച്ച് പേരും ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് എടുത്തേക്കുന്നത്. ഇതിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു 5 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് ആട്ടി വെക്കാം. അപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അരി അരിച്ചെടുത്തിട്ട് 2-3 വെള്ളം കഴുകിയാണ് വെള്ളത്തിൽ ഇട്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കാനായിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരിയുടെ പകുതിയോളം ഞാൻ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതുപോലെ 1 കപ്പിന് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. വെള്ള അരിയുടെ ചോറായാലും മതി, ചുമന്ന അരിയുടെ ചോറായാലും മതി. ഇനി ഇത് നമുക്ക് ആട്ടിയെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. അതാണ്ട് ഈ പരുവത്തിന് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി കൂടെ അരച്ചെടുക്കാം. ചോറ് അരഞ്ഞു വരുന്ന സമയത്ത് ഇച്ചിരി കട്ടി പിടിക്കുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി തോനെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ അരിയുടെ കൂടെ ഞാൻ തേങ്ങയാണ് ഇടുന്നത്, അതുകൊണ്ട് തോനെയും വെള്ളം ഒഴിക്കണ്ട. ഇതേ പരുവത്തിന് വെള്ളം ഒഴിച്ചിരുന്നാൽ മതി. ചോറെടുത്ത കപ്പിൽ തന്നെ ഒരു 1.5 കപ്പോളം തേങ്ങ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അല്പം ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്ര ഈസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. ബാക്കിയുള്ള മാവ് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ആക്കി വെക്കാം. ചിലർ പറയും കൈ ഇടരുത്, മാവിനകത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ പുളിച്ചു പോകുമെന്നൊക്കെ. പണ്ടൊക്കെ നമ്മൾ അരിയാട്ടുമ്പോൾ മാവ് കൈയിട്ടല്ലേ നമ്മൾ അരിയാട്ടി എടുക്കുന്നത്. മാവ് കോരി പാത്രത്തിൽ വെക്കുന്നതും എല്ലാം കൈ കൊണ്ടല്ലേ. അങ്ങനൊന്നും വരത്തില്ല. ഇത് നല്ലപോലെ പൊങ്ങി വരും. അതുകൊണ്ടൊരു വലിയ പാത്രത്തിനകത്ത് വെക്കണം. അതുകൊണ്ട് കൈയിട്ടെന്നും കരുതി മാവ് പുളിച്ചൊന്നും പോകത്തില്ല. നമ്മൾ ഈസ്റ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് നല്ലപോലെ പൊങ്ങി വരും. അതുകൊണ്ടൊരു വലിയ പാത്രത്തിലേ മാവ് ഒഴിച്ച് വെക്കാവൂ. ഇനി ഈ മാവ് അടച്ചു വെക്കാം. രാവിലെ എടുത്ത് അപ്പം ചുടാം. അപ്പോൾ രാവിലെ നമ്മുടെ മാവൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഏതാണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് പാലപ്പം ഉണ്ടാക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴും നമ്മുടെ പാലപ്പം ചുടാനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാലപ്പം ചുടാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കുമള വരുമ്പോൾ ഇത് അടച്ചു വയ്ക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴും നമ്മുടെ അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ 2-3 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ പാലപ്പം റെഡി ആയിരിക്കുന്നു. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ പാലപ്പം ചുടുമ്പോൾ കറികളൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. മുട്ടക്കറിയും കടലക്കറിയോ ഗ്രീൻ പീസ് കറിയൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാനൊരു പൊടി ചമ്മന്തി കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്.
പൊടിച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1 മുറി തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരയണ്ട, ഒരുവിധം ഒന്ന് അരച്ചുകൊണ്ട് വരാം. പൊടിച്ചമ്മന്തി ഉണ്ടാക്കാനുള്ള തേങ്ങ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ അപ്പച്ചട്ടി തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ചേക്കുന്നത്. അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചമ്മന്തി അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തോരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പത്തിനുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ആ കറി വെക്കാനൊക്കെ സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.